ബീഫ് വരട്ടിയെടുക്കുന്ന പോലെ നമുക്ക് സോയാബീൻ വരട്ടിയെടുത്താലോ? അത് ബീഫ് കഴിക്കാത്തവർക്ക് ഒരു ആശ്വാസമാവും. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എനിക്ക് ആവശ്യത്തിന് വേണ്ട സോയാബീൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഞാനിതെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ? നല്ലോണം വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ സോയാബീൻ വേറൊന്നും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി, വേറൊരു പണിയില്ല. നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായി ആക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞ് സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പണിയും ഇല്ല, അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.